ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സൈലം PSC. ഞാൻ സൂരജ് കോടിയേരി. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ വന്നത്. എസ്പെഷ്യലി ഇന്ത്യൻ ജോഗ്രഫി എന്നൊക്കെയുള്ള കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് വന്നത്. ഈ ചോദ്യങ്ങളെല്ലാം തന്നെ കേരള PSC ചോദിച്ച കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ചോദ്യത്തിൻ്റെയൊക്കെ വലിപ്പമൊക്കെ കൂടി വരുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കേരള PSC ഇപ്പോൾ റീസെൻ്റായിട്ട് നടത്തുന്ന പല എക്സാംസുകളുടെയും അല്ലേ, ഇപ്പോൾ ഡിഗ്രി ലെവലൊക്കെ പഠിച്ചവരൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്താണ് ഫേസ് 1 ഒക്കെ അല്ലേ, സമയം ഒട്ടും തന്നെ ലഭിക്കുന്നില്ല എന്നുള്ളതൊക്കെ. ഈ സമയമൊക്കെ ലഭിക്കാത്ത രീതിയിൽ എക്സാം ടഫ് ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദി ഗെയിം. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു ട്രാപ്പിൽ നിങ്ങൾ വീഴാതെ വളരെ പെട്ടെന്ന് തന്നെ ഒരു ക്വസ്റ്റ്യൻ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാലൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു ഞാൻ പറഞ്ഞുതരാം. സോ 10ാമത്തെ ചോദ്യം ചെയ്യുവാണ്. ഓക്കെ, ഡയറക്റ്റ്ലി നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് കടക്കാം. ഉപദ്വീപീയ പീഠഭൂമി അല്ലേ, ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭൂവിഭാഗം, ഏറ്റവും പഴയ ഭൂവിഭാഗം അല്ലേ, ഉപദ്വീപീയ പീഠഭൂമി. പരൽ രൂപ ശിലാപാളിയിലും ഉയരം കുറഞ്ഞ കുന്നുകളിലുമാണ് ധാതു വിഭവങ്ങൾ ഏറെയും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ആയിക്കോട്ടെ, നമ്മൾ ഓക്കെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുന്നു. വീണ്ടും പോവാം. ഈ മേഖലയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് തിരഞ്ഞെടുക്കുക. അപ്പോൾ ഫസ്റ്റ് ഒരു തവണ നല്ല വൃത്തിയിൽ അങ്ങ് വായിക്കുക. ഓക്കെ, ഈവൻ വ്യക്തമായിട്ട് മനസ്സിലാവണം എന്നുമില്ല, പക്ഷേ അത് കംപ്ലീറ്റ് ആയിട്ട് വായിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. എന്നിട്ട് നമ്മൾ നേരെ നമ്മുടെ ഓപ്ഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകാം. ഛോട്ടാ നാഗ്പൂർ പ്രദേശം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതു വിഭവ കലവറയാണ്. തീർച്ചയായും ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് അല്ലേ. നമുക്കറിയാം ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി അറിയപ്പെടുന്നത് പോലും ഇന്ത്യയുടെ ധാതു കലവറ എന്നാണ്. സെറ്റല്ലേ? അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ ഇതല്ല ആൻസർ അല്ലേ, നമ്മളോട് തെറ്റായതല്ലേ ചോദിച്ചത്. ഇനി അടുത്തത്, ധാരാളം അലോഹ ധാതുക്കളാൽ സമൃദ്ധമാണ്. അത് പറയാനില്ല, ഇരുമ്പും കൽക്കരിയും ഒക്കെ ഉള്ള സ്ഥലമാണ് ഛോട്ടാ നാഗ്പൂർ. ഇനിയിപ്പോൾ ഇരുമ്പ് ലോഹമാണോ കൽക്കരി അലോഹമാണോ ഇങ്ങനെയൊന്നും ആലോചിച്ച് അധികം സമയം തലപുണ്ണാക്കണ്ട. കാരണം എന്താ, ഒരുപാട് ധാതുക്കളാൽ സമ്പന്നമാണ് എന്ന് മാത്രമേ ആ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുള്ളൂ. അലോഹം ധാതുക്കൾ, പിന്നെ അലോഹം ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ലോഹം ഏതൊക്കെയാ, അലോഹ ഏതൊക്കെയാ എന്നൊക്കെ ആലോചിച്ച് സമയം പോക്കരുത്. ടൈം ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പം ബിയും അല്ല ആൻസർ അല്ലേ. ഇനി നമ്മൾ 3ാമത്തത്, ഉപദ്വീപീയ പീഠഭൂമിയെ വടക്ക് കിഴക്കൻ പീഠഭൂമി പ്രദേശം അല്ലേ, വടക്ക് കിഴക്കൻ എന്തോ ഒന്ന് അവിടെ മിസ്സായ പോലെ തോന്നുന്നുണ്ട്. ഒരു കൊമയൊക്കെ ഇട്ടിട്ടുണ്ട്, പിന്നെ പ്രദേശം PSC കൊടുത്തിട്ടുള്ളൂ. മധ്യമേഖല തുടങ്ങിയ വിവിധ ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. തീർച്ചയായും വിവിധ ഭാഗങ്ങളായിട്ട് ഉപദ്വീപീയ പീഠഭൂമിയെ തിരിച്ചിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ ഇത് തന്നെ വടക്ക് കിഴക്കൻ പീഠഭൂമി അഥവാ മേഘാലയ പീഠഭൂമി. ഇതിന് മറ്റൊരു പേരുണ്ട് കർബി ആംഗ്ലോങ് പീഠഭൂമി, ആസാമിൽ അങ്ങനെയാണ് വിളിക്കുക. ഇതല്ലാതെ മധ്യമേഖല, മധ്യ ഉന്നത തടം എന്നാണ് നമ്മൾ ഇതിന് പറയാം, മധ്യ ഉന്നത തടം, പിന്നെ ഡെക്കാൻ പീഠഭൂമി. ഇങ്ങനെ 3ആയിട്ടാണ് ഉപദ്വീപീയ പീഠഭൂമിയെ തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ എനിവേ 3ആണ് 2ആണ് ഒന്നൊന്നും പറഞ്ഞിട്ടില്ല, വിവിധ ഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. കോമൺ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ടേക്ക് ഇറ്റ് ആസ് എ പോസിറ്റീവ് സെൻറ്റൻസ്. അപ്പോൾ അതും ആൻസർ ശരിയാണെന്ന് എടുക്കുക. അപ്പോൾ തീർച്ചയായും നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാകും, എലിമിനേഷനിലൂടെ ആൻസറിലേക്ക് എത്താൻ പറ്റും, അല്ലാതെ ഒരിക്കലും നേരെ ആൻസറിൻ്റെ പിന്നാലെ പായരുത്. ഓക്കെ, അപ്പോൾ ആൻസർ ഉറപ്പായിട്ടും ഡി ആവാനാണ് സാധ്യത. എക്കൽ വിശറികളാൽ സമ്പന്നമാണിവ അല്ലേ, ഈയിടം എക്കൽ വിശറികളാൽ. ഇതെന്താ സംഭവം എന്ന് പോലും നമ്മൾക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. ഇത് അലൂവിയൽ ഫാൻസ് എന്ന് പറയും. നമ്മൾ നദികളുടെ അടുത്തൊക്കെ, നദികൾ പ്രത്യേകിച്ച് മലമുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഒരു ഭൂരൂപമാണ് എക്കൽ വിശറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അലൂവിയൽ ഫാൻസ്. അതിന് ശരിക്കും മലയാളം ഇല്ല. ഈ ഫാൻ എന്നുള്ളത് വിശറിയാക്കിയതാണ് കേരള PSC ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ. അപ്പോൾ എക്കൽ വിശറി എന്ന് പറയുന്നത് അലൂവിയൽ പ്ലെയിൻസ് എന്തോ ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. ഈ എക്കൽ എവിടെയാ കാണാം? ഈ എക്കൽ എവിടെയാ കാണാം? എക്കൽ എന്ന് പറഞ്ഞ സാധനം നദിയുമായി ബന്ധപ്പെട്ടതല്ലേ, എന്ന് വെച്ചാൽ നദീ സമതലത്തിലല്ലേ കാണാം. സമതലത്തെക്കുറിച്ചാണോ നമ്മളിവിടെ പറയുന്നത്? അല്ല, പീഠഭൂമിയെക്കുറിച്ചല്ലേ, ഉപദ്വീപീയ പീഠഭൂമിയെക്കുറിച്ചല്ലേ. അപ്പോൾ ഉറപ്പായിട്ടും ഡി അല്ല ആൻസർ എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം ഇതാണ് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്. സെറ്റല്ലേ? തെറ്റായത് ചോദിച്ചു, അപ്പോൾ ഡി ആണ് ആൻസർ. 10D 10D എന്ന് മനസ്സിൽ 10D ആണ്. ഓക്കെ, 10D എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് നമ്മൾ മാർക്ക് ചെയ്യുക. അല്ലാതെ ഒരിക്കലും
നേരെ അങ്ങ് OMR പോയി 11 ഡിയിൽ പോയി കുത്തരുത്. ഓക്കെ, അപ്പോൾ 10D എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് മാർക്ക് ചെയ്യുക, അപ്പം മാറിപ്പോയില്ല. സെറ്റല്ലേ? എന്നിരുന്നാലും ഉപദ്വീപീയ പീഠഭൂമിയെക്കുറിച്ച് ഞാൻ 1-2 വാക്കുകൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായും ഏറ്റവും വലിയ ഭൂവിഭാഗമാണിത്. ഏതാണ്? ഏറ്റവും വലിയ ഭൂവിഭാഗമാണിത്. ഇന്ത്യയുടെ ഏറ്റവും പഴക്കം ചെന്നതും തീർച്ചയായും നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമി തന്നെയാണ്. ഇനി ഉപദ്വീപീയ പീഠഭൂമിയെ 3 തരംതിരിച്ചിരിക്കുന്നത്. 1, 2, 3. ആദ്യത്തേതാണ് തീർച്ചയായും വടക്ക് കിഴക്കൻ പീഠഭൂമി. ഞാനിത് ഈ ക്വസ്റ്റ്യനിൽ എഴുതിയിരിക്കുന്ന രീതിയിൽ തന്നെ എഴുതാം. വടക്ക് കിഴക്കൻ പീഠഭൂമി. 2 മധ്യ ഉന്നത തടം. ഇനി ക്വസ്റ്റ്യനിലില്ലാത്ത 3-മത്തെ ഒരാൾ കൂടിയുണ്ട്, ഡെക്കാൻ പീഠഭൂമി. ആരാ? ഡെക്കാൻ പീഠഭൂമി. ഇങ്ങനെ 3 ഉപദ്വീപീയ പീഠഭൂമിയെ അഥവാ പെനിൻസുലാർ പ്ലേറ്റ്യൂവിനെ തരംതിരിച്ചിരിക്കുന്നത്. ഡെക്കാൻ പീഠഭൂമിയിൽ നിന്നും ഡയറക്റ്റ് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം. ഡെക്കാൻ ഒരു ലാവാ പീഠഭൂമിയാണ്. ക്രെട്ടേഷ്യസ് ചോദിക്കുവേ, ക്രെട്ടേഷ്യസ് കാലഘട്ടത്തിൽ രൂപം കൊണ്ട ഒരു പീഠഭൂമിയാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ പീഠഭൂമിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമിയും ഡെക്കാൻ പീഠഭൂമിയാണ്. ഞാൻ ഇങ്ങനെയുള്ള പല പോയിന്റ്സുകൾ പറയുന്ന എല്ലാം PYQs ആണ്. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടാ. സോ ക്ലിയർ അല്ലേ? ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ? അപ്പോൾ വടക്ക് കിഴക്കൻ പീഠഭൂമിക്ക് 1-2 മറ്റു പേരുകളുണ്ട്. അത് ഞാൻ അതിൻ്റെ മേളിൽ എഴുതി വെക്കുന്നുണ്ട്. മേഘാലയ പീഠഭൂമി. എന്താ? മേഘാലയ പീഠഭൂമി. അതെന്താ അങ്ങനെ വിളിക്കുന്നേ? മേഘാലയയിലായതുകൊണ്ട്. മേഘാലയയിലും ആസാമിലും ആണ് ആ പീഠഭൂമി ഉള്ളത്. വടക്ക് കിഴക്കൻ പീഠഭൂമി മേഘാലയയും ആസാം. മേഘാലയയിൽ ഇതിനെ മേഘാലയ അഥവാ മേഘാലയയുടെ തലസ്ഥാനമായ ഷില്ലോങ് പീഠഭൂമി എന്നും വിളിക്കാറുണ്ട്. ഷില്ലോങ് അല്ലെങ്കിൽ മേഘാലയ. ആസാമിൽ എന്താ വിളിക്കാന്നറിയോ? ആസാമിൽ ഇതിനെ മറ്റൊരു പേരാണ്, വെറൈറ്റി പേരാണ്, കർബി ആംഗ്ലോങ് പീഠഭൂമി എന്നാണ് ആസാമിൽ ഇതിനെ വിളിക്കുന്ന പേര്. എന്താ? കർബി ആംഗ്ലോങ് പീഠഭൂമി. അപ്പൊ ഇതൊക്കെയാണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഒരു ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഈ ക്വസ്റ്റ്യനിൽ ആദ്യം വലിയ എന്തോ കാര്യമായ രീതിയിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ? ഉപദ്വീപീയ പീഠഭൂമിയിലെ പരൽ രൂപ ശിലാപാളിയിലും ഉയരം കുറഞ്ഞ കുന്നുകളിലുമാണ് ധാതു വിഭവങ്ങൾ ഏറെയും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച്, ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടായോ? ഇല്ല. പക്ഷെ ഉപദ്രവം ഉണ്ടായിട്ടുണ്ട്. എന്താ? നിങ്ങളുടെ ടൈം മോശമായി പോയിട്ടുണ്ട് അല്ലേ? ടൈം അനാവശ്യമായിട്ട് വേസ്റ്റ് ആയിട്ടുണ്ട്, ലൂസ് ആയിട്ടുണ്ട്. എടാ, ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ പാർട്ടി കാണും നിങ്ങളുടെ സമയം പോക്കാൻ വേണ്ടി. അത് നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പരൽ രൂപ ശിലാപാളി എന്ന് വെച്ചാൽ എന്താ എന്ന് ആലോചിച്ചിരിക്കരുത്. നമുക്ക് ഈ പറഞ്ഞ 4 മതി. സെറ്റല്ലേ? അപ്പോൾ എപ്പോഴും ടൈം നിങ്ങളെ കളയുന്നത്, PSC തന്നെ നിങ്ങളെ ടൈം കളയാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഇടുന്ന ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് തിരിച്ചറിയുക, ആ ഒരു ട്രാപ്പിൽ വീഴാതിരിക്കുക. ഇപ്പം മനസ്സിലായോ എന്താ ടൈം മാനേജ് ചെയ്യാൻ പറ്റാത്തതെന്ന്? ഓക്കെ, ഇതാണ് ഒരു കാരണം. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ഇന്ത്യയിലെ ഒരു പ്രധാന ഭൗമ താപോർജ ഉൽപാദന കേന്ദ്രമാണ്. എനിവേ, നമുക്കിതാ കീവേഡ് കിട്ടി. കീവേഡ് ഞാൻ അണ്ടർലൈൻ ചെയ്തു. ഭൗമ താപോർജം. ഭൗമ ജിയോ, താപോർജം തെർമൽ എനർജി എന്ന് വെച്ചാൽ ജിയോ തെർമൽ എനർജി. അപ്പോൾ ഭൗമ താപോർജം എവിടെയൊക്കെ ഇന്ത്യയിലുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും സ്ഥലങ്ങൾ അറിയാമെങ്കിൽ അത് എവിടെയാണെന്ന് എഴുതി വെക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻ്റെ ആൻസർ പെട്ടെന്ന് കിട്ടും. ഏതൊരു ക്വസ്റ്റ്യനും ലൊക്കേഷൻ ബേസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങൾ മണികരൺ, ഹിമാചൽ പ്രദേശ് എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് അവിടെ എഴുതുന്നത് നല്ലതാണ്. പക്ഷേ ഈ ക്വസ്റ്റ്യന് നമുക്ക് കാര്യമായിട്ട് ഒന്നും തന്നെ കിട്ടില്ല. അതുകൊണ്ട് ആ ഒരു രീതിയിൽ എഴുതണ്ട. അപ്പോൾ ഭൗമ താപോർജ നിലയങ്ങൾ 2 ഉണ്ട്. ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് പുകാ താഴ്വര, അല്ലെങ്കിൽ നിങ്ങൾക്ക് മണികരൺ എന്തായാലും അറിയുന്നുണ്ടാവും അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് 100% അറിയുന്നത് ആദ്യം അങ്ങോട്ട് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അത് ഉണ്ട് എന്ന് ഉറപ്പിക്കുക. എന്ന് വെച്ചാൽ 2 ഉണ്ടല്ലേ?
രണ്ടില്ലാത്ത ബാക്കി എല്ലാവരെയും നമുക്ക് അങ്ങ് എലിമിനേറ്റ് ചെയ്താലോ? യെസ്, രണ്ടില്ലാത്ത എയും ഡിയും നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ആൻസറിൻ്റെ പിന്നാലെ പോകരുത്, എലിമിനേഷനിലൂടെ ആൻസറിലേക്ക് എത്തുക. അപ്പോൾ എയും ഡിയും ഡിലീറ്റ് ചെയ്തില്ലേ? ഇനി ഏതാ വായിക്കണ്ടേ? നിങ്ങൾ നോക്കിയേ, ടൈം. എടാ, ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, ബിയോ സിയോ ആണ് ആൻസർ അല്ലേ? ബിയിലും സിയിലും കോമൺ ആയിട്ട് നിങ്ങൾക്ക് ആരെ കാണാം? 1 and 2 1 and 2 കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? അപ്പോൾ ശരിക്കും ഈ ക്വസ്റ്റ്യൻ ഇനി എന്തേ വായിക്കേണ്ട ആവശ്യമുള്ളൂ? മൂന്നാമത്തവൻ ശരിയാണോ തെറ്റാണോ എന്ന് മാത്രമേ അറിയണ്ടൂ. മൂന്നാമത്തെ ആളുടെ പേര് നോക്ക്, ദിഗ്ബോയ്. ദിഗ്ബോയ് അല്ലേ? ദിഗ്ബോയ് എവിടെയാ കേട്ടെ? ദിഗ്ബോയ് നമ്മുടെ ഓയിൽ, ഒരു ഓയിൽ റിസർവ് അല്ലേ, ഒരു എണ്ണപ്പാടല്ലേ? ഇന്ത്യയുടെ ആദ്യത്തെ എണ്ണപ്പാടമാണ് നമ്മുടെ ദിഗ്ബോയ് എന്ന് പറയുന്നത്. ഓയിൽ റിസർവ് ആണ് അല്ലേ? അപ്പോൾ ഓയിൽ റിസർവ് ഉള്ളത് ജിയോ തെർമലുമായിട്ട് ബന്ധം വരാൻ സാധ്യത കുറവാണ്. ഇത് ചിലപ്പോൾ PSC തെറ്റിക്കാൻ വേണ്ടി കൊടുത്തായിരിക്കും അല്ലേ? തീർച്ചയായും തെറ്റിക്കാൻ വേണ്ടി തന്നെ കൊടുത്തതാണ്. നമ്മുടെ ആൻസർ ഏതാണ്? നമ്മുടെ ആൻസർ ബി ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ്, മറക്കരുത്. നമ്മുടെ ദിഗ്ബോയ് ആസാമിലാണ്. ദിഗ്ബോയ് എവിടെയാ? ആസാമിലാണ്. ഇതൊരു എണ്ണപ്പാടാണ്. അപ്പോൾ 1 and 2 എന്ന് മാത്രമാണ് ആൻസർ. ഞാൻ ക്വസ്റ്റ്യൻ ചെയ്ത രീതി കണ്ടില്ലേ? ക്വസ്റ്റ്യൻ വായിച്ചു, ആ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻസിൽ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അതെ, മണികരൻ കിടക്കുന്നുണ്ട്. മണികരൻ ഒരു ജിയോ തെർമൽ എനർജിയാണ്. അവിടെ ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ തിളക്കുന്നത് കാണാൻ പറ്റും. ഈ കുളങ്ങളും മറ്റേ പോണ്ടുകളൊക്കെ ഇങ്ങനെ വെള്ളം തിളക്കുന്ന കാണാം. കാരണം ഭൂമിയുടെ അടിയിലുള്ള ചൂട്, മാഗ്മയിൽ നിന്നുള്ള ചൂട് കാരണം മണികരണിലെ ജലസ്രോതസ്സുകളൊക്കെ, ജലാശയങ്ങളൊക്കെ തിളച്ചുകൊണ്ടിരിക്കും. സെറ്റല്ലേ? അപ്പം ഇതാണ് മണികരൺ. അപ്പോൾ ഭൗമ താപോർജാണെന്ന് കിട്ടി. ഞാൻ അവനെ അങ്ങ് ടിക്ക് ചെയ്തു, ബാക്കിയുള്ള എലിമിനേറ്റ് ചെയ്തു. എന്നിട്ട് എന്താ ചെയ്തേ? വീണ്ടും ബാക്കിയുള്ളവനെ തപ്പിപ്പോയോ? ഇല്ല. ഓപ്ഷൻസിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കി. 1 and 2 കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ അത് 2നെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല, 1നെ കുറിച്ചും ചിന്തിക്കേണ്ട ആവശ്യമില്ല. രണ്ടും ശരിയാണ് അല്ലേ? 3നെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. അല്ലാതെ അങ്കലേശ്വറിനെ കുറിച്ചും പുകാ താഴ്വരയെ കുറിച്ചൊന്നും ആലോചിക്കേണ്ട ആവശ്യം പോലും ഇല്ല. സെറ്റല്ലേ? ഈ രീതിയിൽ പക്ക ഓർഗനൈസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പോൾ എനിവേ 1-2 കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ജിയോ തെർമൽ എനർജി പൊട്ടൻഷ്യലുള്ള 2 സ്ഥലങ്ങളുണ്ട്. ഒന്നാണ് പുകാ താഴ്വര, 2 മണികരൺ. മണികരൺ സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശാണ്. പുകാ താഴ്വര സ്ഥിതി ചെയ്യുന്നത് ലഡാക്കാണ്. ഇതല്ലാതെ ജിയോ തെർമൽ എനർജി പൊട്ടൻഷ്യൽ ഈ ക്വസ്റ്റ്യനിൽ ഇല്ലാത്ത ഒരാൾ കൂടിയുണ്ട്, തത്തപ്പാനി. എന്താ ഇതിൻ്റെ പേര്? തത്തപ്പാനി. ഞാൻ ഇംഗ്ലീഷിൽ എഴുതുന്നുണ്ട്, TATTAPANI. തത്തപ്പാനി എന്നൊക്കെ പറയാം. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും PSC ക്വസ്റ്റ്യൻ ചോദിക്കാം. തത്തപ്പാനി സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ്. സെറ്റല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യയുടെ ഭൗമ താപോർജ നിലയങ്ങൾ. ഇതാണ് ഇന്ത്യയുടെ ഭൗമ താപോർജ നിലയങ്ങൾ. സെറ്റല്ലേ? പിടികിട്ടിയല്ലോ? ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ? അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 11B മനസ്സിൽ പറഞ്ഞുകൊണ്ട് അടയാളപ്പെടുത്തുന്നു. എനിവേ ബാക്കിയുള്ള സ്ഥലങ്ങൾ പറഞ്ഞില്ല. അങ്കലേശ്വരം, ദിഗ്ബോയൊക്കെ എണ്ണപ്പാടങ്ങളാണ്, ഓയിൽ റിസർവ്സുകളാണ്, മറക്കരുത്. അങ്കലേശ്വർ അതുപോലെ ദിഗ്ബോയ് ആസാമിലാണ്. ഓക്കെ, ദിഗ്ബോയ് ആസാമിലാണ്. അപ്പോൾ വീണ്ടും മുന്നോട്ടേക്ക് പോവാണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ അടുത്ത ക്വസ്റ്റ്യൻ. എപ്പോഴും കീവേഡ് അണ്ടർലൈൻ ചെയ്യുക. ചില ഇൻവിജിലേറ്റർ സമ്മതിക്കില്ല. അപ്പോൾ നമ്മളൊരു സ്റ്റാർ മാർക്കോ ഒരു പോയിൻ്റൊക്കെ ഇട്ട് വെക്കുക. ഉത്തരേന്ത്യൻ മഹാസമുദ്രം ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഉത്തരേന്ത്യൻ മഹാസമുദ്രങ്ങളിൽ നിന്നും വീശുന്ന ഉഷ്ണക്കാറ്റ് ആണ് ലു. ആയിക്കോട്ടെ. എന്നാൽ മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാകുന്ന ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശികവാദം. സിമ്പിൾ ഒരു ക്വസ്റ്റ്യനാണ്. നിങ്ങളുടെ സമയം പോക്കാൻ വേണ്ടി ലൂവിനെ കുറിച്ച് കഥയൊക്കെ എഴുതിയിട്ടുണ്ട് അല്ലേ? അതൊന്നും നമ്മൾ ബേസിക്കലി നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേരെ ബാക്കിയുള്ള മേജർ പോയിൻറ്റ്സുകൾ മാത്രം നോക്കുക. മാങ്ങ പഴുക്കുന്നതിനും പൊഴിക്കുന്നതിനും അതിൽ ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിലാണ് വീശുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാം. ദക്ഷിണേന്ത്യയിലെ കാറ്റിനെ കുറിച്ചല്ലേ ചോദിച്ചേ?
എടാ ക്വസ്റ്റ്യൻ പാർട്ടിൽ എന്ത് ലൊക്കേഷൻ കിട്ടിയാലും ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഞാൻ മണികരൻ ലൊക്കേഷൻ വെച്ചിട്ട് ആൻസർ ചെയ്തത് അല്ലേ, ആദ്യത്തെ 2 സ്റ്റേറ്റ്മെന്റ് ഒഴിവാക്കിയത് അല്ലേ, 2 ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത്. അതേപോലെ ലൊക്കേഷൻ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതങ്ങ് എലിമിനേറ്റ് ചെയ്യുക. ദക്ഷിണേന്ത്യയിൽ എവിടെയെങ്കിലും നിങ്ങൾ ചിനൂക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? ദക്ഷിണേന്ത്യയിൽ എവിടെയെങ്കിലും ചിനൂക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? എടാ ചിനൂക്ക് അങ്ങ് USA ഉഷ്ണക്കാറ്റാടോ. ശൈത്യകാലത്ത് USA പ്രയറിസിലും റോക്കി താഴ്വരയിലൊക്കെ വീശുന്ന മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക്, ശൈത്യകാലത്തിലെ ഉഷ്ണക്കാറ്റ് കേട്ടാ. ഫോൻ എന്ന് നിങ്ങൾ ദക്ഷിണേന്ത്യയിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. ഫോൻ അങ്ങ് യൂറോപ്പിലെ കാറ്റാണ്. ആൽപ്സ് പർവ്വതനിരയിൽ ശൈത്യകാലത്ത് വീശുന്ന ഉഷ്ണക്കാറ്റാണ്. മാംഗോ ഷവർ ഹർമറ്റൻ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങനത്തെ ആഫ്രിക്കയിലെ കാറ്റാടോ, ആഫ്രിക്കയിലെ കാറ്റാ. അപ്പോൾ ദക്ഷിണേന്ത്യയിൽ നിന്ന് ഒറ്റ കാറ്റേ ഇവിടെയുള്ളൂ, ഒരു ഡൗട്ടും വേണ്ട. നമ്മുടെ ആരാണ്? മാംഗോ ഷവറാണ്. പോരാത്തതിന് നല്ല പച്ച മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്, മാങ്ങ പഴുക്കാനും പൊഴിയാനൊക്കെ യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് മാംഗോ ഷവർ എന്ന് പേര് വന്നത്. അത് മാമ്പഴക്കാറ്റ്. സെറ്റല്ലേ? അപ്പം ഈ രീതിയിൽ ആൻസർ കിട്ടുന്ന രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഞാനിതാ ഈ പറഞ്ഞ എല്ലാ കാറ്റുകളെക്കുറിച്ചും ഞാൻ സിമ്പിളായിട്ട് ഇവിടെ എഴുതുന്നു. ചിനുക്ക് റോക്കീസ് പർവ്വതത്തിലാണ് വീശുന്നത്, റോക്കീസ് പർവ്വതത്തിൽ. അതേസമയം ഫോൻ എന്ന് പറയുന്നത് എവിടെയാ? ആൽപ്സ് പർവ്വതത്തിലാണ് വീശുന്നത്, ആൽപ്സിലാണ്, ആൽപ്സ് പർവ്വതം. എന്ന് വെച്ചാൽ ഇവൻ യൂറോപ്പിലാണ് വീശുന്നത്, ഇവൻ USA വടക്കേ അമേരിക്കയിലാണ് വീശുന്നത്. ഓക്കെ, ഹർമാറ്റനും ഞാനിവിടെ കൂടെ എഴുതുന്നുണ്ട്. ഹർമാറ്റൻ വീശുന്നത് ആഫ്രിക്കയിലാണ്. എപ്പോഴും ഒരു പ്രാദേശികവാദത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ സ്ഥലം പഠിക്കുക. അടുത്ത നിങ്ങൾ പഠിക്കേണ്ട എന്താണെന്നറിയോ? ഇത് ഏത് കാലത്താണ് വീശുന്നതെന്ന്. ഇവൻ വീശുന്നത് ശൈത്യകാലത്താണ്, ഇവൻ വീശുന്നത് ശൈത്യകാലത്താണ്, ഇവൻ വീശുന്നത് ഉഷ്ണകാലത്താണ്. സെറ്റല്ലേ? ഇനി എന്താ പഠിക്കേണ്ടതെന്നറിയോ? ഇവര് എന്ത് തരം, ഹോട്ടാണോ കോൾഡാണോ, അതായത് ശീതക്കാറ്റാണോ അതോ ഉഷ്ണക്കാറ്റാണോ എന്ന് എഴുതുക. ചിനൂക്ക് എന്ന് പറയുന്നത് തീർച്ചയായും എന്ത് കാറ്റാ? ഒരു ഉഷ്ണക്കാറ്റാണ്. ഫോൻ എന്ന് പറയുന്നതും ഒരു ഉഷ്ണക്കാറ്റാണ്. അതേസമയം നമ്മുടെ ഹർമറ്റൻ എന്ന് പറയുന്നത് ഒരു ശീതക്കാറ്റാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാവും, സീസൺ ഇവിടെയുണ്ട്, ഇത് ഹോട്ടാണോ കോൾഡാണോ എന്ന് ഇവിടെയുണ്ട്. ഇത് യൂസ്ഫുൾ ആയിട്ടുള്ളതാണോ ഹാംഫുൾ ആയിട്ടുള്ള കാറ്റാണോ, പ്രശ്നക്കാരനായിട്ടുള്ള വിനാശകരമായിട്ടുള്ള ഒരു കാറ്റാണോ അതോ പ്രയോജനകരമായിട്ടുള്ള ഒരു കാറ്റാണോ എന്ന് നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും. എടാ ഫസ്റ്റ് ചിനൂക്ക് പറഞ്ഞേ ശൈത്യകാലത്തെ ഉഷ്ണക്കാറ്റല്ലേ, അപ്പം ബെനഫിഷ്യൽ ആയിരിക്കൂലേ? യെസ്, ഇവൻ അറിയപ്പെടുന്നത് പോലും മഞ്ഞുതീനി എന്നാണ്. എന്താ? മഞ്ഞുതീനി. കാരണം ശൈത്യകാലത്തെ ആ മഞ്ഞൊക്കെ അവൻ ഉരുക്കിക്കളയും, ഉഷ്ണക്കാറ്റല്ലേ. അതേപോലെ ശൈത്യകാലത്തെ ഉഷ്ണക്കാറ്റാണ് ഫോൻ. അപ്പോൾ ഇവനെയും നമുക്ക് എന്ത് വിളിക്കാം? മഞ്ഞുതീനി എന്ന് വിളിക്കാം. ഇനി ഉഷ്ണക്കാലത്തെ ശീതക്കാറ്റ്, അപ്പോൾ ഇവനും നല്ലതായിരിക്കും അല്ലേ? ചൂടുള്ള കാലത്ത് അല്പം താപനില കുറക്കാൻ ഇവൻ സഹായിക്കുന്നുണ്ടാവും അല്ലേ? തീർച്ചയായും. ഹർമറ്റൻ അറിയപ്പെടുന്നത് പോലും എന്താണെന്നറിയോ? ഹർമറ്റൻ അറിയപ്പെടുന്നത് ഡോക്ടർ വിൻഡ് എന്നാണ്. എന്താ വിളിക്കുന്നേ? ഡോക്ടർ വിൻഡ്. ഇതിനൊരു കാരണമുണ്ട്. കാരണം ഉഷ്ണകാലത്ത് മലേറിയയൊക്കെ നല്ല രീതിയിൽ ആഫ്രിക്കയിൽ ഉണ്ടാവും. ആഫ്രിക്കയിൽ മലേറിയയും ചിക്കുൻകുനിയൊക്കെ പരത്തുന്നത്, ഡെങ്കു ഒക്കെ പരത്തുന്നത് തീർച്ചയായും കൊതുകാണ്. ഈ കൊതുകിനെ ഈ ശീതക്കാറ്റ്, ഡ്രൈ ആയിട്ടുള്ള നല്ല കോൾഡ് വിൻഡാണ്, കൊതുകുകളൊക്കെ ചത്തുപോകും. അങ്ങനെ ആഫ്രിക്കക്കാരുടെ ആരോഗ്യം നന്നാക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇവനെ ഡോക്ടർ വിൻഡ് എന്ന് വിളിക്കുന്നത്, ഹർമറ്റനെ. സെറ്റല്ലേ? പിടികിട്ടിയല്ലോ? ഓക്കെ, അപ്പോൾ പ്രാദേശികവാദങ്ങളൊന്നും മറക്കരുത്. മാംഗോ ഷവർ ഈ കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. പക്ഷെ കർണാടകയിൽ കാപ്പിക്കുരു പഴുക്കാൻ സഹായിക്കുന്നതെന്ന് പറഞ്ഞാൽ കോഫി ഷവർ അഥവാ കോഫി ബ്ലോസംസ്. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത ഒരു ക്വസ്റ്റ്യനും കൂടി ഞാൻ പറയാം. ഇത് മറ്റൊരു ക്വസ്റ്റ്യൻ, ഇത് നിർബന്ധമായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇന്ത്യൻ ജോഗ്രഫി എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. പക്ഷേ കേരള ജോഗ്രഫിയിലും വേണമെങ്കിൽ പഠിക്കാം. കാരണം റോഡ് സാന്ദ്രതയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ള റോഡ് സാന്ദ്രത, നീളമല്ല,
ഏറ്റവും മുൻപിലുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. ഇന്ത്യൻ ഗതാഗതം, കേരള ഗതാഗതം, ഇതിൽ രണ്ടിൽ നിന്നും ചോദ്യം വരാൻ സാധ്യതയുണ്ട്. രണ്ടും കോർത്തിണക്കിക്കൊണ്ടുള്ള ഏറ്റവും ബെസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. റോഡ് സാന്ദ്രത, റോഡ് ഡെൻസിറ്റി ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന സ്റ്റേറ്റ് ആണ് കേരളം. ഓക്കെ, റോഡ് ഡെൻസിറ്റി, ഒരു ചെറിയ ഏരിയ എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ റോഡുകൾ, അതാണ് ഇതിൻ്റെ പ്രത്യേകത. സെറ്റല്ലേ? പിടികിട്ടിയല്ലോ. അപ്പോൾ ഈ കാര്യം ഒരു കാരണവശാലും മറക്കരുത്. അതേസമയം ഏറ്റവും കൂടുതൽ റോഡ് ശൃംഖല, അതിപ്പോൾ NH ആയാലും സ്റ്റേറ്റ് ഹൈവേ, നാഷണൽ ഹൈവേ, അതായത് ദേശീയ പാത, സംസ്ഥാന പാത എല്ലാം ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡൗട്ടും വേണ്ട, അത് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിലല്ലേ ഇന്ത്യയുടെ വലിയ വലിയ നഗരങ്ങളൊക്കെ ഉള്ളത്? മുംബൈ, ഔറംഗാബാദ്, പൂനെ, താനെ, കല്യാൺ, ഒരുപാടല്ല സതാര, ഒരുപാട് നഗരങ്ങളുണ്ട്. നാസിക്, ഔറംഗാബാദ്, നാഗ്പൂർ, ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലേ. അപ്പോൾ ഇത്രയും നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരുപാട് റോഡുകളും ഉണ്ടാവില്ലേ. ഇപ്പോൾ റോഡ് ശൃംഖല ഏറ്റവും കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, ദാറ്റ് മീൻസ് NHഉം SH ഒക്കെ സംസ്ഥാന പാതയായാലും ദേശീയപാതയായാലും മഹാരാഷ്ട്രയാണ് കൂടുതലായിട്ട് കാണുന്നത്. സിമ്പിളായിട്ട് ഇങ്ങനെ ആലോചിച്ചാൽ മതി. NH ആയാലും SH ആയാലും ആൻസർ MH തന്നെ അല്ലേ? NH ആയാലും SH ആയാലും ആൻസർ MH തന്നെ. സെറ്റല്ലേ? അപ്പോൾ അടുത്ത ഒരു സെഷനിൽ പുതിയ കുറച്ച് ക്വസ്റ്റ്യൻസുകളുമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, കമൻ്റ് ഒക്കെ നിങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക് യു ഓൾ. വിൽ സീ ഇൻ ദി നെക്സ്റ്റ് സെഷൻ. ബൈ ഓൾ ഓഫ് യു.